Hi all, welcome to Basic Kitchen. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് തന്തൂരി പാസ്തയാണ്. ഇതൊരു ഫ്യൂഷൻ റെസിപ്പിയാണ്. ആദ്യം തന്നെ പാസ്ത ബോയിൽ ചെയ്യാൻ വെക്കുക. കുക്കായി വന്ന ശേഷം വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് എടുക്കാം. തന്തൂരി പാസ്തയ്ക്കായി ഞാനിവിടെ ചിക്കൻ സോസേജാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. കഷ്ണങ്ങളെല്ലാം ബ്രൗൺ ആയി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് തണ്ടൂരി മസാല ആഡ് ചെയ്യാം. തണ്ടൂരി മസാല ഇല്ലെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്താലും മതിയായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. മസാല വഴറ്റുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കേണ്ടതാണ്. ചില്ലി പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. കൂടാതെ സ്കൂളിലേക്കുള്ള ടിഫിനായും ഇത് ഉപയോഗിക്കാവുന്നതാണ്. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസ്ത ഉപയോഗിച്ച് വളരെ വ്യത്യസ്തമായ ഡിഷസ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ ഫ്ലേവർ വ്യത്യാസപ്പെടുത്തുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിസ്സയ്ക്കും പാസ്തയ്ക്കും ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഹെർബാണ് ഒറിഗാനോ. ഇത് കൈവശമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് കൈവച്ച് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായി 1/2 കപ്പ് മല്ലിയില ആവശ്യമാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴന്ന് വന്ന ശേഷം ഇനി നമുക്ക് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ക്രീമാണ്. അത് ഫ്രഷ് ക്രീമോ ടിൻഡ് ആയിട്ടുള്ള ക്രീമോ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ നെസ്ലയുടെ ക്രീമാണ് ചേർത്തിരിക്കുന്നത്. ക്രീം നല്ലവണ്ണം മിക്സുമായി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ചീസ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചെദർ ചീസ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ റിച്ചായ ഒരു പാസ്തയാണ്. അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. ക്രീമും ചീസും ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുമ്പോൾ പാസ്ത സോസ് റെഡിയായി കഴിഞ്ഞു. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പാസ്ത ഡയറക്റ്റ് ആയിട്ട് ചേർക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഡിഷാണ്. Hope you all enjoyed the video. Thank you for watching Basic Kitchen. For more videos, please subscribe to the channel.